ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ അതിനായിട്ട് ഒരു പാൻ എടുത്ത് ചൂടാക്കാൻ വെക്കുക. നന്നായി ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായി നുറുക്കി വെച്ചേക്കണ പച്ചമുളക് ചേർക്കുക. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റുക. എന്നിട്ട് അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കണ സവോളയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ചൊന്ന് ഇളക്കി കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക. ഉപ്പിട്ട് വഴറ്റുമ്പോൾ അത് പെട്ടെന്ന് ബ്രൗൺ കളറാവുമെന്ന് അമ്മയൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നു കഴിയുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുക. പിന്നെ അതിനകത്തേക്ക് ഗരം മസാലയും ആവശ്യത്തിന് ചേർക്കുക. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചാട്ടോ, ഞാൻ എത്ര മെഷർമെന്റ് ആണെന്നൊന്നും പറയുന്നില്ല. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴറ്റി വരുമ്പോൾ ഇതിനകത്തേക്ക് ഇപ്പോഴാണ് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ചേർക്കണേ. ശരിക്കും ഇത് സവോള വഴറ്റി ഒരു ബ്രൗൺ കളറായി തുടങ്ങുന്ന സമയത്ത് ചേർക്കേണ്ടതാ, പക്ഷെ ഞാൻ മറന്നുപോയി. നിങ്ങൾ ചേർക്കുമ്പോൾ അത് ആദ്യം ചേർക്കുക. അതിനുശേഷം അത് നല്ല ബ്രൗൺ കളറായി കഴിയുമ്പോൾ പിന്നെ മസാലപ്പൊടികൾ ചേർക്കുക. നന്നായിട്ട് ഇങ്ങോട്ട് വഴറ്റാം. നന്നായി വഴറ്റി കഴിയുമ്പോൾ അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച് ഷ്രെഡ് ചെയ്ത് വെച്ചേക്കണ ചിക്കൻ ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി ഈ മസാലയും ചിക്കനും എല്ലാം കൂടി നന്നായി മിക്സായി ഒന്നാവുന്ന പോലെ നന്നായി ഇളക്കി കൊടുക്കണം. എല്ലായിടത്തും പിടിക്കണം ഈ മസാലയൊക്കെ ചിക്കനിലേക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എരിവ് ഒക്കെ കറക്റ്റ് ആയിട്ടുണ്ടോ എന്ന്. ഞാനിപ്പോ കുറച്ച് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നോക്കി ഇടാം. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയാട്ടോ. ഇതുപോലെയാണോ നിങ്ങളും വീട്ടിലുണ്ടാക്കാറ് കട്ട്ലേറ്റ് ഒക്കെ? ഇനി ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് വേവിച്ചത് മാഷ് ചെയ്ത് വെച്ചേക്കുന്നത് ചേർക്കുക. ഞാൻ 3 പാർട്ടായിട്ടാണ് ഇത് ചേർക്കണേ. കാരണം അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ആവില്ല. എനിക്ക് പറ്റില്ല അങ്ങനെ മിക്സ് ചെയ്യാൻ. അതുകൊണ്ട് ഞാൻ 3 പാർട്ടായിട്ട് ചേർത്താണ് മിക്സ് ചെയ്യണേ. ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ച് മാഷ് ചെയ്തും അതുപോലെ തന്നെ ചിക്കൻ വേവിച്ച് ഷ്രെഡ് ചെയ്തൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വെച്ചു. അപ്പൊ പിറ്റേ ദിവസം കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് കാര്യങ്ങൾ തീരും. പിന്നെ ഇതുപോലെ കട്ട്ലേറ്റിന്റെ നമ്മൾ ഷേപ്പൊക്കെ ആക്കി നമ്മൾ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫ്രീസറിൽ എടുത്ത് 1-2 ആഴ്ചയൊക്കെ വെക്കാം. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന് എടുത്ത് വറുത്താൽ മതി. നേരത്തെ വറുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇനിയിപ്പൊ ഞാൻ കൈ കൊണ്ട് കുഴക്കുകയാണ്. എല്ലായിടത്തും എല്ലാം മിക്സ് ആവാൻ വേണ്ടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ചിക്കൻ ഷ്രെഡ് ചെയ്തത് മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർക്കുന്നത് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ.
എന്നിട്ട് ഇനി നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനുള്ള വലുപ്പത്തിലൊക്കെ നമുക്ക് ബോളാക്കി എടുക്കാം. എന്നിട്ട് ഇനി നമ്മൾ ബ്രെഡ് ക്രംസിലും മുട്ട ബീറ്റ് ചെയ്തതിലും മുക്കിയെടുക്കണം. മുട്ട ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കണത്. 2 മുട്ട ഞാൻ മഞ്ഞയും വെള്ളയും കൂടിയാണ് എടുത്തത്. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് ബീറ്റ് ചെയ്തു. എന്നിട്ട് അതിനകത്തേക്ക് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഈ ബോള് പരത്തിയെടുക്കുക. എന്നിട്ട് മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ മുക്കി മാറ്റി വയ്ക്കുക. ഞാനിപ്പോ 2 എണ്ണം പരത്തുന്നതാണ് കാണിക്കുന്നത്. ഇതുപോലെ നിങ്ങൾ എല്ലാം പരത്തി മുട്ട ബീറ്റ് ചെയ്ത് വെച്ചേക്കണേലും ബ്രെഡ് ക്രംസിലൊക്കെ ചേർക്കുക. ഈ ബ്രെഡ് ക്രംസ് നമ്മൾ ഫുൾ എടുത്തൊരു പാത്രത്തിൽ വെക്കരുത്. നമ്മുടെ ആവശ്യത്തിന് കുറച്ചേശ് ഒരു ചെറിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമ്മൾ കോട്ട് ചെയ്യുക. അല്ലെങ്കിൽ എല്ലാം കൂടി ഉള്ളതിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാം മുട്ടയുടെ ഈ അംശങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എല്ലാം എന്താ പറയാ, കട്ട പിടിക്കും. അതില്ലാണ്ടിരിക്കാൻ അങ്ങനെ ചെയ്യാം. അങ്ങനെ ഞാൻ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് വറക്കാം. ഒരു പാൻ എടുത്ത് വെച്ച് ചൂടാക്കാൻ വെക്കാം. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായോ എന്ന് നോക്കാനായിട്ട് കട്ട്ലേറ്റിന്റെ ഒരു ചെറിയൊരു ഇത് എടുത്ത് ഞാൻ ഓയിലിലേക്ക് ഇട്ട്, അപ്പൊ നമുക്കറിയാലോ ചൂടായോ ഇല്ലേ എന്നുള്ളത്. എന്നിട്ട് അതിനകത്തേക്ക് കട്ട്ലേറ്റ് എടുത്തു വെക്കാം. എന്നിട്ട് ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ആദ്യം വറുത്ത് തുടങ്ങുന്നത്. ഒരു ചെറിയ ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ മറിച്ചിടാം. ഇനി വീണ്ടും മറിച്ചിടാം. അങ്ങനെ മറിച്ചിട്ട് നോക്കാം ബ്രൗൺ കളറ് ആവണതനുസരിച്ച്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഇത് ഗ്യാസ് കൂട്ടി വെക്കാം. ഇപ്പൊ ഒരുവിധം ആയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് നല്ലൊരു ബ്രൗണിഷ് ഷെയ്ഡ് ആവണ വരെ വേണം നമ്മൾ അത് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുക. കണ്ട ബ്രൗണിഷ്, നല്ല ബ്രൗണായി. ഫ്ലെയിം ഒക്കെ നമ്മുടെ ഇതനുസരിച്ച് കൂടുതലാവുകയാണെങ്കിൽ കുറയ്ക്കുക. അങ്ങനെയൊക്കെ നമ്മുടെ ഇതനുസരിച്ച് ചെയ്യാം, കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു അരിപ്പക്കയിലെടുത്ത് അതിനകത്തേക്ക് ഇട്ട് എണ്ണയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഊറ്റി നമുക്ക്
സെർവിങ് പ്ലേറ്റിലേക്ക് വെക്കാം. അപ്പൊ എന്റെ കട്ട്ലേറ്റിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടായോ? ഇങ്ങനെയായിരിക്കും എല്ലായിടത്തും കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാന്ന് തോന്നുന്നു. ഇത് എന്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു പഠിച്ചതാണ്.